ബിരിയാണി എത്ര ഐറ്റം ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ആദ്യം നമ്മളെ ഫ്രൈ ബിരിയാണി, അത് എത്ര ഐറ്റം ഉണ്ട് അതേ രീതിയിൽ പറഞ്ഞു. അത് ആൾക്കാർ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതായിട്ട് കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയത്. ബിരിയാണി തീർന്നു ഇപ്പൊ മണി 3 ആയില്ല, എന്നിട്ടും തീർന്നു. ചോറ് തീർന്നു മോനെ. അത് നിങ്ങളുടെ ട്രേഡ് സീക്രട്ട് ആണ്, അത് പുറത്ത് പറയത്തില്ലല്ലേ. തീർന്നു. ബാക്കി ബിരിയാണിനെ പറ്റി ഞാനും കുറച്ച് പൊക്കി പറഞ്ഞത്. കാക്ക, ഇവിടെ ബിരിയാണി എത്ര ഐറ്റം ഉണ്ട്? ബിരിയാണി ഐറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ നെയ്ച്ചോറിന് ആൾക്കാർ വരും, അത് ഒരു 60 രൂപ സൈസിൽ അങ്ങനെ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞ് ചിലർ വരും. അപ്പം വെജിറ്റബിൾ മിക്സ് ചെയ്ത് അത് ബിരിയാണിയാക്കി അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ആയിട്ട് കൊടുക്കും. പിന്നെ മെയിനായിട്ട് വരുന്നത് ചിക്കൻ ബിരിയാണിക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ളത്. അത് മറ്റേ ചിക്കൻ ചാപ്സ് മോഡലിൽ വെച്ച് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് മോഡലിൽ വെച്ചിട്ട് അത് തന്നെ 2 വെറൈറ്റി ആയിട്ട് വരും. ചെറിയ പീസ്, വലിയ പീസ് എന്നുള്ള രീതിയിൽ 2 വെറൈറ്റി ആയിട്ട് അങ്ങനെ വരും. പിന്നെ ചിലർക്ക് ഞങ്ങളുടെ ഫ്രൈ പീസ് വെച്ച് തന്നെ ഞങ്ങൾക്ക് ബിരിയാണി സെറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. അങ്ങനെ തന്നെ ചിക്കൻ ബിരിയാണിയിൽ തന്നെ 3 വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബീഫ് ബിരിയാണിക്ക് നമുക്ക് അപൂർവമാണ് വരുന്നത്, എന്നാലും ചിലർക്ക് ബീഫ് ബിരിയാണിയോടും ഒരു കമ്പമുണ്ട്. എല്ലാം ഇവിടെ നിന്ന് എല്ലാം പാഴ്സലായിട്ടാണ് കൊടുക്കുക അല്ലേ? പാർസലുണ്ട്, തൊട്ടപ്പുറത്ത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മാക്സിമം നമുക്ക് പാർസൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ബിരിയാണി പെട്ടെന്ന് തീരുന്നുണ്ട്. ആൾക്കാർ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതായിട്ട് കണ്ടിട്ടാണ് നമ്മളും വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ മാക്സിമം 3 മണിക്കുള്ളിൽ തീരുക എന്നുള്ളതാണ് നമ്മുടെയും ഒരു ഇത്. കാരണം കസ്റ്റമർക്ക് അങ്ങനെ ഒരു ധാരണ വരുമല്ലോ, 3 മണിക്ക് ശേഷം നമ്മളുടെ ഉണ്ടാവൂല. മാത്രമല്ല അങ്ങനെ അത്രയും ഓവറായിട്ടുള്ള ഒരിതില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. പിന്നെ ടേസ്റ്റി, പിന്നെ നമ്മൾ പിന്നെ കുറഞ്ഞ അരിയും അല്ല. ഏതരിയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ റോസ് കൈമ എന്ന് പറയുന്ന അരിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ റോസ് കൈമ കിട്ടിയില്ല എങ്കിൽ 3 റോസിൻ്റെ വേറൊരിതുണ്ട്. പിന്നെ 3 മാൻ, ഇതൊക്കെ ഞങ്ങൾ ഇവിടെ മാറി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന അരിയുടെ പേരെന്ന് നോക്കട്ടെ, ഇന്ത്യ ഗേറ്റ്, ബസുമതിയാണ്. ഇന്ത്യ ഗേറ്റൊക്കെ വില കുറഞ്ഞതാണ്. ഇന്ത്യ ഗേറ്റിനൊക്കെ ടോപ്പിലാണ് ഈ നമ്മുടെ ഈ അരിയൊക്കെ വരുന്നത്. 3 കമ്പനീസിൻ്റെ ഇതിൽ ഒന്ന് അഫ്രീന്, ഒന്ന് 3 റോസസ്, 3 മാൻ. ഈ പറയുന്ന 3 അരികളാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാറ്. 3 റോസാണ് മിക്കവാറും എല്ലാ സമയത്തും ഉപയോഗിക്കാറ്. രാവിലെ എത്ര മണിക്ക് കട തുറക്കും? കട രാവിലെ ഞാൻ 7-8 മണിയാകുമ്പോൾ തുറക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒന്നുമില്ല. ഇത് നമ്മുടെ പ്രിപ്പയറിങ് മാത്രമേ ഉള്ളൂ. ഉള്ളി വെട്ടുക അങ്ങനെയുള്ള ഇതുള്ള ഒരു രീതി മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ഇതിവിടെ വെച്ച് തന്നെയാണ് എല്ലാം പ്രിപ്പയർ ചെയ്യണം എടുക്കണം. ഒരിടത്തും ചെയ്ത് കൊണ്ടുവരുന്നതല്ല. അപ്പോൾ പ്രിപ്പയറൊക്കെ ചെയ്യുന്ന ഇവിടെ വെച്ച് ആയതുകൊണ്ട് നമ്മൾ അത്രയും രാവിലെ തുറന്നു. മാത്രമല്ല തുറക്കുന്നതുകൊണ്ടുള്ള വേറെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ 12 മണിയാകുമ്പോഴത്തേക്ക് ബിരിയാണി വെച്ചരെ എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമർക്കെല്ലാം ഒരു ഇതാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഇതും വരും. അപ്പോൾ നമുക്കൊരു ഗുണം ഉണ്ടാവും. ചിലർ പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഈ കോൺക്രീറ്റ് ആണ്, ഒരു 10 ബിരിയാണി വേണം എന്ന് പറയുമ്പോഴൊക്കെ അവർക്കൊക്കെ കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. നേരത്തെ തുറക്കുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളും നടക്കും, നമ്മുടെ കച്ചവടവും നടക്കും. ബിരിയാണി തീർന്നു. വേറെ പൊറോട്ട, ഉറട്ടി, ചപ്പാത്തി. ആദ്യം ഇവിടെ തയ്യാറായി കൊടുക്കുന്ന ബിരിയാണിയാണ്? അല്ല, ആദ്യം ഫസ്റ്റ് ശരിക്കും തുടക്കത്തിൽ നമ്മൾ പൊറോട്ട ആവും. പൊറോട്ട ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പൊറോട്ട ആയി തുടങ്ങും. പക്ഷേ കറിയൊന്നും ആവില്ലെന്നേ ഉള്ളൂ. പൊറോട്ട ആവും. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കറിയൊക്കെ ആവും. കറിയാം 12 മണിയാകുമ്പോഴേ ബിരിയാണി ആവുമല്ലോ. അപ്പം അതിന് മുമ്പുള്ള എല്ലാം കറിയും ഇതെല്ലാം നമ്മൾ 11 മണിയൊക്കെ ആകുമ്പോഴേക്കെ ആവും. 12 മണിയാകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഓപ്ഷനുണ്ട്. പാർസൽ കൂടുതലും പാഴ്സലാണ് പോകുന്നത് കണ്ടോ. കുറേ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഞാൻ ഇത്ര മണിക്ക് വരും, എനിക്കൊന്ന് പാർസൽ ചെയ്ത് തരാമെന്ന് പറയും. ഒരു സ്റ്റാൻഡേർഡ് ബിരിയാണിക്ക് എത്ര രൂപ ഇവിടെ? 130 രൂപ. നമ്മുടെ കടയിൽ 130 രൂപ. അത് ഫ്രൈ ഒക്കെ വരുവാണെങ്കിൽ വില വ്യത്യാസം? എല്ലാം വില ഒന്നും വ്യത്യാസം വരാറില്ല. ഫ്രൈ വെച്ചുള്ള ബിരിയാണി ആയാലും 130. എല്ലാത്തിലും മുട്ടയും ഉണ്ടാവും. മുട്ടയുണ്ടാവും. ബിരിയാണി തീർന്നു. ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവും വൈകിട്ട്? പൊറോട്ട, ഉറട്ടി, ചപ്പാത്തി. പിന്നെ ചില ദിവസങ്ങളിൽ ഇടിയപ്പം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ നമ്മുടെ തന്നെ ഒരു പാലാട എന്ന് പറഞ്ഞാൽ, പാലാട അത് ഈ അരിയും മുട്ടയും പച്ചരിയും മുട്ടയും എല്ലാം കൂടെ ഇട്ടിട്ട് ദോശയ്ക്ക് അപ്പത്തിന് കലക്കുന്നത് പോലെ കലക്കിയെടുത്ത് ഫ്രൈ പാനിൽ ചുറ്റിയെടുക്കുന്നൊരു സാധനം. നല്ല ടേസ്റ്റിയാണ്. സാധാരണ മുസ്ലിംസ് വീടുകളിൽ പെരുന്നാളിന് മാത്രം ഇത് തയ്യാറാക്കുന്ന ഒരു സാധനമാണ്. അത് ഉണ്ടാക്കുന്ന രീതി കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നല്ല മട്ടൻ കറിയോടെയും, മട്ടൻ ചാപ്സിൻ്റെ കൂടെയും
ബീഫ് ചാപ്സിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു കട തുടങ്ങിയിട്ട് എത്ര നാളാവും? ഏകദേശം 20 കൊല്ലത്തോളമായി. 20 കൊല്ലത്തോളമായിട്ടുണ്ട്. പണ്ട് തന്നെ ബിരിയാണി തന്നെയാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. ഇത് തന്നെ, ഈ അല്ലാതെ അധികമായിട്ടുള്ള ഒന്നും നമുക്കില്ല. ഈ പറയുന്ന എല്ലാം തന്നെ ഈ ഒരു ഐറ്റംസ്, ചിക്കൻ ബീഫ് ഐറ്റംസ് മാത്രം. വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും കട? വൈകിട്ട് നമുക്ക് ടൈമല്ല, നമ്മുടെ സാധനം തീരുന്നത് പോലെയാണ്. എന്നാലും നമ്മൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ 10 മണി പറയാറുണ്ട്. 10 മണി വരെ. ചില സമയത്ത് 11 മണിയും ആവും. വൈകിട്ടും നല്ല തിരക്കുള്ള സമയമാണ്. 6 മണി മുതൽ പിന്നെ അങ്ങോട്ട് തിരക്കാം. 6 മണി മുതൽ 10 മണി വരെ നമുക്ക് തിരക്ക് തന്നെ ആയിരിക്കും. അത് തീരുന്നത് വരെ തിരക്ക് തന്നെ ആയിരിക്കും. വൈകിട്ടാണ് കുറച്ച് അധികം ഐറ്റംസ് ഉള്ളത്. അപ്പോൾ വൈകിട്ട് ബിരിയാണി ഉണ്ടാവില്ല. ബിരിയാണി 3 മണിയോടുകൂടി കഴിയും. മിക്കവാറും 3 മണിയോടുകൂടി കഴിയും. ഇപ്പോൾ മണി 3 ആയില്ല, എന്നിട്ടും തീർന്നു. വേറെ കടയുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് കാരക്കവണ്ടം ജംഗ്ഷനിൽ വേറൊരു കടയുണ്ട്. അത് സഹോദരങ്ങൾ തന്നെ നടത്തുന്നതാണ്. എൻ്റെ 3ാമത്തെ അളിയനാണ് നടത്തുന്നത്. ഇവിടെ നേരത്തെ ബിരിയാണിയെ കൊടുക്കാനുണ്ടായിരുന്ന ആള് അളിയനല്ലേ? അത് അളിയന. അതൊരു മറ്റൊരു അളിയൻ, 3 അളിയൻ ഉണ്ട്. അതിൽ മറ്റൊരു അളിയനാണ് അവിടെ നിൽക്കുന്നത്. പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സെയിം പേര് തന്നെയാണ്, സെയിം ഇവിടുത്തെ സെയിം മെത്തേഡും തന്നെയാണ്. കരമന നല്ലൊരു ഡിമാൻഡുള്ള ബിരിയാണി ഇവിടെ തന്നെയാണ് എന്നാണ് നമുക്ക് കണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കരമനയിൽ ആള് ഇത്രയും വരുന്നതും വാങ്ങിക്കുന്നതും ആ ഒരു തിരക്കും കാര്യങ്ങളും പെട്ടെന്ന് തീരുന്നതും നമുക്ക് അങ്ങനെ ബെറ്റർ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂല. അത് കസ്റ്റമേഴ്സിന്റെ ഇതല്ലേ ഇരിക്കുള്ളൂ. അവരുടെ മുന്നിൽ വെച്ച് തന്നെ സോർട്ട് ചെയ്യുന്നു. കസ്റ്റമറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്. തീർച്ചയായും. അതുകൊണ്ടാണ് ചില കസ്റ്റമേഴ്സിന് എനിക്ക് ഫ്രൈ വെച്ചുള്ള ബിരിയാണി മതി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. കുറേ പേർക്ക് അതാണ് ഇഷ്ടം, ഇത് ഫ്രൈ വെച്ച് ഉള്ള ബിരിയാണിയോടാണ് താല്പര്യം. പിന്നെ നമ്മുടെ ഈ ചെറിയ അരി എന്ന് പറഞ്ഞിട്ട് പലർക്കും കമ്പനി പേരറിയില്ല, അരിയുടെ പേരും അറിയില്ല. പക്ഷെ ചെറിയ അരി എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അത് ജീരകശാല അരിയല്ലേ? ജീരകശാല. ശരിക്കും നമ്മുടെ പഴയ പേരനുസരിച്ച് ജീരകശാല അരി. പക്ഷെ ഇപ്പോഴും പറയുമ്പോൾ ജീരകശാല എന്ന് പറയാറില്ല. ജീരകശാല എന്ന് പഴയ ആൾക്കാർ മാത്രമാണ് ഈ ജീരകശാല പറയുന്നത്. ഇപ്പം അതിന് പേര് ചെറിയ അരി എന്ന് പറഞ്ഞു വരുമോ? ചെറിയ അരി വന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒക്കെ അങ്ങനെ പറഞ്ഞേ വരുമോ. ബസ്മതിയും അല്ല, ബസ്മതി അത്യാവശ്യം നീളമൊക്കെ ഉള്ള കൈമ. ശരിക്കും പറഞ്ഞാൽ കൈമ എന്നുള്ള വാക്കാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഉപയോഗിക്കുന്നത്. കൈമ റൈസ്, കൈമ അരി എന്നുള്ള ഒരു രീതിയിൽ കൈമ റൈസ് എന്നുള്ളതാണ്. അത് ഇപ്പം തന്നെ 190 രൂപ വിലയുണ്ട്. ഒരു കിലോയ്ക്ക് വിലയുണ്ട്. അത് ബ്രാൻഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുമെന്നേ ഉള്ളൂ. ഒരു ചാക്കിൽ വന്നിട്ട് 100-ൻ്റെയും 150 രൂപയുടെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരും എന്നുള്ളതല്ലാതെ. ചോറ് തീർന്നു മോനെ. അവിടെ ഉണ്ട്. ചുവന്ന ബോർഡ് കണ്ടോ? ചുവന്ന ബോർഡ് കണ്ടോ? അവിടെ ഉണ്ട്. ബിരിയാണിയിൽ എന്തൊക്കെ ചേർക്കുമെന്ന് പറയണോ? വേണ്ടല്ലോ. അത് എങ്ങനെയാ, ഏത് രീതിയിൽ? അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ ചിലർ ആദ്യമേ ഡാൽഡയും അതും ഇതൊക്കെ ഉപയോഗിച്ച് മറ്റേ രമ്പയിലൊക്കെ വാട്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ വേറൊരു മെത്തേഡിൽ ചെയ്യും. എല്ലാ മെത്തേഡും പറഞ്ഞു തരാനും ഒരു നമ്മുടെ ട്രേഡ് സീക്രട്ടാണ്. ബിരിയാണിയുടെ രുചി അവിടെയാണ് രുചി ഇരിക്കും. പിന്നെ അത്യാവശ്യം നെയ്യൊക്കെ നമ്മൾ ചേർക്കും. എന്നാലും അധികമാവാത്ത ഏതായാലും അമൃതം വിഷയം തന്നെയല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ സാധാരണ രീതിയിൽ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ആദ്യമേ എണ്ണ തിളപ്പിച്ചതിന് ശേഷം രമ്പയില ഇടുമ്പോഴാണ് ഈ മണം വരുന്നത്. ആ നെയ്യിലൊക്കെ രമ്പയില ഇടുമ്പോൾ ഇങ്ങനെ ഒരു ബിരിയാണി മണം വരുന്നു. പക്ഷെ നമ്മൾ ആ രീതി അല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ മറ്റൊരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അത് നമ്മുടെ ട്രേഡ് സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. പുറത്ത് പറയത്തില്ലല്ലേ? അത് നമ്മളിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സീക്രട്ട്. നമ്മളോടുകൂടി അത് തീരാൻ പാടില്ലല്ലോ. തീർന്നു. എന്തായാലും ബിരിയാണി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ളതായിട്ട്. ഓക്കെ. പിന്നെ അവസാനം നമ്മൾ അണ്ടിപ്പരിപ്പ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മുകളിൽ ഉള്ളിയെല്ലാം വാട്ടി പൊരിച്ച് അത് സെറ്റ് ചെയ്യാറുണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ്. കാക്കാനൊന്ന് പരിചയപ്പെടുത്താമോ? പിന്നെന്ത്, എൻ്റെ പേര് നാസ് കരമന. കരമന തന്നെയാണ് ജനിച്ചത്, കരമന തന്നെയാണ് വളരുന്നത്. ഇപ്പോൾ എന്നെ വളർത്തിയതും കരമന തന്നെയാണ്. എല്ലാം കരമന തന്നെയാണ്. മുഴുവൻ പേര് നാസിമുദ്ദീൻ. വാപ്പ കരമന ഖാദർ എന്നറിയപ്പെടുന്ന പഴയൊരു RSVക്കാരനാണ്. ഫാമിലി ഒരു വൈഫ്, 3 പെൺമക്കൾ. ഫാമിലി ചേർന്ന് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തി പോകുന്നത് അല്ലേ?
ഫാമിലീസ് ഞാനും എൻ്റെ 3 അളിയന്മാരും ചേർന്നാണ് ഇത് നടത്തി അങ്ങ് പോകുന്നത്. ഇതിൻ്റെ നമ്മുടെ മറ്റൊരു ബ്രാഞ്ചാണ് നേമത്തുള്ളത്. നേമത്തല്ല, കാരക്കണ്ടം ജംഗ്ഷനുണ്ട്. കാരക്കണ്ടത്തിൽ ഒരു പമ്പുണ്ട്, ആ പമ്പിന് നേരെ ഓപ്പോസിറ്റ് സെയിം പേര്. കടയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോടൊപ്പം കൊടുക്കട്ടെ? തീർച്ചയായും കൊടുത്തോളൂ. എന്തെങ്കിലും ഓർഡർ കാര്യങ്ങൾ കരമന ഉള്ളവർക്ക്? തീർച്ചയായും. കരമനല്ല, ഞാൻ 2 കിലോമീറ്റർ ചുറ്റളവിൽ കൊണ്ടു കൊടുക്കാറുണ്ട്. നമുക്ക് മറ്റേ സ്വിഗ്ഗി അതുപോലത്തെ ഒന്നുമില്ല, ഡയറക്റ്റ് കൊണ്ട് കൊടുക്കും. ഞാൻ തന്നെ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കും. ഇപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിൽ ആര് വിളിച്ചാലും കൊണ്ടു കൊടുക്കും. എന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് ലോ ഇല്ല, ഇത്തിരി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളിടത്ത് ഉള്ള രീതിയിലാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ട് കൊടുക്കാം. എനിക്കൊരു ആവശ്യം വേണം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് കൊടുക്കില്ല, അത് ചെയ്യണ്ട. അല്ലാതെ ഇപ്പം വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ട്, ഒരു 10-15 പൊറോട്ടയും വേണ്ടി ചിക്കനൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുക്കും. കാരണം അവർക്കും ഒരു ഗുണവും നമുക്കും ഒരു ഗുണവും. അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ എഡിറ്റൊക്കെ ചെയ്യുമ്പോഴേക്കും കട്ട് ചെയ്ത് മാറ്റി നിങ്ങൾ അതിൻ്റെതായ രീതിയിലൊന്ന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി ബിരിയാണിനെ പറ്റി ഞാനും കുറച്ച് പൊക്കി പറഞ്ഞത് അങ്ങനെയല്ല, ഡിമാൻഡ് കണ്ടിട്ട് ഞാൻ ഓക്കെ വലിയ ഉപകാരം.